പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയിലെ ആദ്യത്തെ സംബോധന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആ സംബോധന അതേക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. തുടർന്ന് കാണുന്നത് 7 യാചനകളാണ്. അതിൽ ആദ്യത്തെ യാചന ഇങ്ങനെയാണ്: അങ്ങയുടെ നാമം പൂജിതമാകണമേ, ഹാലോഡ് ബി ദൈ നെയിം. അങ്ങയുടെ നാമം പൂജിതമാകണമേ. കർത്താവിൻ്റെ നാമം പരിശുദ്ധമാണ്. യെശയ്യാ പ്രവാചകനുണ്ടായ ദർശനം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ 6-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ പറയുന്നത്, ഉന്നതമായൊരു സിംഹാസനത്തിൽ ദൈവം ഉപവിഷ്ടനായിരിക്കുന്നു. അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം നിറഞ്ഞു കിടന്നിരുന്നു. അപ്പോൾ അവിടത്തേക്ക് ചുറ്റും ആയി സെറാഫുകൾ നിന്നിരുന്നു. ഈ സെറാഫുകൾക്ക് 6 ചിറകുകളുണ്ടായിരുന്നു. ഓരോരുത്തർക്കും 6 ചിറകുകൾ വീതം. അത് 2 എണ്ണം കൊണ്ട് അവർ മുഖം മറച്ചിരുന്നു, 2 എണ്ണം കൊണ്ട് പാദം മറച്ചിരുന്നു, 2 എണ്ണം ഉപയോഗിച്ച് ചുറ്റും പറന്നു കടന്നുകൊണ്ട് പരസ്പരം ഉദ്ഘോഷിച്ചു, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ. അപ്പോൾ നിരന്തരം സെറാഫുകൾ ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവം പരിശുദ്ധനാണെന്ന്. ദൈവത്തിൻ്റെ പരിശുദ്ധിയൊക്കെ എടുത്തു കാണിക്കുന്ന ഒരു നല്ലൊരു ചിത്രമാണ് വാസ്തവത്തിൽ പ്രവാചകനുണ്ടായ ആ ദർശനം. സെറാഫുകൾ പോലും ഭയത്തോടും വിറയലോടും കൂടിയാണ് ദൈവത്തിന് മുമ്പിൽ നിൽക്കുന്നത്. ആ ഭയം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ അഗാധത കണ്ട്, ഔന്നത്യം കണ്ട് ഒരു ഭയം നിൽക്കുന്ന മാലാഖമാർ. 2 ചിറക് കൊണ്ട് മുഖം മറയ്ക്കുന്നു. കാരണം ദൈവത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ തങ്ങൾ അയോഗ്യരാണെന്നുള്ള ആ ഒരു ബോധ്യം കൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യുക. 2 ചിറകുകൾ കൊണ്ടും പാദങ്ങൾ മറക്കുന്നു. അതും ദൈവത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുവാൻ അയോഗ്യരാണെന്നുള്ള ആ ചിന്ത. മറ്റ് 2 ചിറകുകൾ ഉപയോഗിച്ച് അവർ ചുറ്റും പറന്നു കിടന്നുകൊണ്ട് സെറാഫുകൾ പരസ്പരം ഉദ്ഘോഷിച്ചു, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ദൈവത്തെ പരിശുദ്ധൻ എന്ന് പറഞ്ഞ് നിരന്തരം ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഉദ്ഘോഷണത്തിൻ്റെ ശക്തിയാൽ ആ ഭൂമുഖം, അതിൻ്റെ പടികൾ ഇളകുകയും ദേവാലയം ധൂമാവൃതമാവുകയും ചെയ്തു എന്നാണ് പറയുക. ഇതിന് പ്രവാചകൻ, യെശയ്യാ പ്രവാചകൻ നിലത്ത് വീണോട് പറഞ്ഞു, എനിക്ക് ആ കഷ്ടം, ഞാൻ അശുദ്ധമായ അധരങ്ങളോടുകൂടിയവനും അശുദ്ധമായ അധരങ്ങൾ ഉള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ്. തൻ്റെ അയോഗ്യതയെക്കുറിച്ചുള്ള ആ ബോധ്യം, അതുകൊണ്ട് ആ ബോധ്യത്തോടുകൂടെ പ്രവാചകൻ എടുത്ത് പറയുന്നതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ പരിശുദ്ധ ദൈവത്തിൻ്റെ മഹത്വം അത്രയ്ക്ക് വലുതാണ്. അപ്പോൾ ഈ മഹത്വത്തെ നമുക്ക് കൂടുതൽ വിപുലീകരിക്കുവാനോ വലുതാക്കുവാനോ ശക്തിപ്പെടുത്തുവാനോ ആവില്ല. പക്ഷേ ദൈവത്തിൻ്റെ മഹത്വമേറിയ നാമം എല്ലാവരും പൂജിക്കപ്പെടണം, ആദരിക്കപ്പെടണം, എല്ലാവരും അതിനെ ബഹുമാനിക്കണം. ആ ഒരു കാര്യമാണ് നമുക്ക് നിറവേറ്റുവാനുള്ളത്, നമുക്ക് ചെയ്യുവാനുള്ളത്. അപ്പോൾ ഈ മനോഭാവത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രത്യേകമായ അവസ്ഥയിലാണ് നമ്മൾ ദൈവത്തിന് മുമ്പിലേക്ക് കടന്നു വരുന്നത്. ദൈവത്തെ പിതാവെന്ന് വിളിക്കുവാൻ കർത്താവ് നമ്മെ പഠിപ്പിക്കുമ്പോഴും ഈ ഒരു കാര്യം കൂടി ഓർമ്മിക്കണം. ഇത്രയ്ക്ക് പരിശുദ്ധനായ സെറാഫുകൾ പോലും ഭയം നിൽക്കുന്ന ദൈവത്തിന് മുമ്പിലേക്കാണ് നമ്മൾ മക്കളെപ്പോലെ സ്വാതന്ത്ര്യത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ പിതാവെന്ന് വിളിച്ചുകൊണ്ട് കടന്നു ചെല്ലുന്നത്. അത്രയ്ക്ക് വലിയൊരു പ്രത്യേകമായ ആനുകൂല്യം ആണ് കർത്താവ് നൽകിയിരിക്കുന്നത്. ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായം 2-ാമത്തെ വാക്യം പറയുന്നുണ്ട്, നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ, നിങ്ങളുടെ ദൈവമായ കർത്താവായ ഞാൻ പരിശുദ്ധനായിരുന്നു. പരിശുദ്ധനായ ദൈവത്തിൻ്റെ മക്കളായ നമ്മളും പരിശുദ്ധരായിരിക്കണം.
അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, പരിശുദ്ധിയെ ഏറ്റുപറയുവാൻ കർത്താവ് നമ്മെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സുണ്ടായിരിക്കേണ്ട വികാരം അതാണ്, ഞാൻ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് പരിപൂർണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. പരിപൂർണരായിരിക്കുവാനുള്ള ആ വിളിയെക്കുറിച്ചുള്ള ഒരു പ്രത്യേകമായ ഓർമ്മപ്പെടുത്തലാണ് ഈ പ്രത്യേകമായ പ്രാർത്ഥന. നമ്മൾ ജ്ഞാനസ്നാനത്തിൻ്റെ ജലത്തിലൂടെ ശുദ്ധീകരിക്കപ്പെട്ടവരാണ്. പാപം മാലിന്യങ്ങളെല്ലാം കഴുകി നിർമ്മലരാക്കപ്പെട്ടവരാണ്. നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ മക്കളായി തീർന്നു, സ്വർഗത്തിൻ്റെ അവകാശികളായി തീർന്നു, യേശുവിൻ്റെ കൂട്ടവകാശികളായി തീർന്നു. അപ്പോൾ ഈ വിശുദ്ധി നമുക്ക് ജ്ഞാനസ്നാനത്തിലൂടെ കൈവന്ന ആ വിശുദ്ധി, വിശുദ്ധമായ ആ പുതിയ ജീവിതം, അത് നമ്മൾ തുടർന്നുകൊണ്ട് പോകണം. അതിനുള്ളൊരു വിളി കൂടിയാണ് ഈ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിലൂടെ കർത്താവ് നമുക്ക് നൽകുന്നത്. നമ്മളുടെ ഈ ജീവിത വിശുദ്ധി വഴി നമ്മൾ ലോകത്തിൽ വിശുദ്ധി പടർത്തുന്നു, നമ്മളുടെ കുടുംബങ്ങൾ വിശുദ്ധമായി തീരുന്നു, സമൂഹം വിശുദ്ധമായി തീരുന്നു, നഗരങ്ങളും ഗ്രാമങ്ങളും വിശുദ്ധമായി തീരുന്നു. നമ്മുടെ വിശുദ്ധി വളർന്ന് വികസിച്ച് പടർന്നുകൊണ്ടേയിരിക്കണം. ഇതൊക്കെ സാധിക്കണമെങ്കിൽ അത്രയ്ക്ക് ആത്മാർത്ഥമായി ശക്തമായ ആഗ്രഹത്തോടുകൂടി നമ്മൾ വിശുദ്ധി, കർത്താവിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അത് നമ്മൾ ആഗ്രഹിക്കണം. നമ്മളാവത് അതിനുവേണ്ടി ചെയ്യുവാൻ പരിശ്രമിക്കുകയും വേണം. ഇനി അടുത്ത പ്രാർത്ഥന, ദൈ കിങ്ഡം കം, അങ്ങയുടെ രാജ്യം വരണമേ. രണ്ടാമത്തെ പ്രാർത്ഥന അതാണ്. ദൈവത്തിൻ്റെ രാജ്യം ഈ ഭൂമിയിൽ സംസ്ഥാപിക്കപ്പെടണം. പിതാവ് ദൈവത്തിൻ്റെ ആഗ്രഹം അതാണ്. കർത്താവ് യേശുവും ആഗ്രഹിക്കുന്നത് അതാണ്. ദൈവരാജ്യം സംസ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് കർത്താവ് വന്നത്. നാം ഓരോരുത്തരും ഈ ദൗത്യം ഏറ്റെടുക്കുവാൻ തയ്യാറായി മുന്നോട്ട് വരണം. അതാണ് ഈ പ്രാർത്ഥന നമ്മുടെ അധരങ്ങളിൽ വച്ച് തന്നുകൊണ്ട് കർത്താവ് നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നത്. നമ്മളുടെ ഈ ദൈവരാജ്യം എൻ്റെ ഹൃദയത്തിൽ സംസ്ഥാപിതമാകണം. ഹൃദയങ്ങളിലാണ് ദൈവത്തിൻ്റെ രാജ്യം സംസ്ഥാപിതമാകേണ്ടത്. എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ രാജ്യം സംസ്ഥാപിതമാകുമ്പോൾ എൻ്റെ കുടുംബത്തിലേക്ക് എനിക്കത് കൊണ്ടുവരുവാൻ സാധിക്കും. അങ്ങനെ കുടുംബത്തിലെല്ലാവരിലും അവരുടെ ഹൃദയങ്ങളിൽ ദൈവരാജ്യം സംസ്ഥാപിതമാകുമ്പോൾ ആ കുടുംബം വിശുദ്ധമായിട്ട് തീരും. ആ കുടുംബം ദൈവത്തിൻ്റെ രാജ്യത്തിലായിട്ട് തീരും. അങ്ങനെ നമ്മൾ ദൈവരാജ്യം നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവരും പരത്തുന്നവരുമായിരിക്കണം. വളരെ വലിയൊരു ദൗത്യത്തെക്കുറിച്ചുള്ള ഓർമ്മ കർത്താവ് നമുക്ക് നൽകുകയാണ്. ഇനി അടുത്ത പെറ്റീഷൻ, യാചന, ദൈ വിൽ ബി ഡൺ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നിറവേറപ്പെടണം. കർത്താവ് തിരുമനസ് നിറവേറ്റണം. കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് ദൈവപുത്രനായ യേശുയ മനുഷ്യ ശരീരം ധരിച്ച് ഈ ഭൂമിയിലേക്ക് വരുന്നതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഒരു ഹെബ്രായ ലേഖനം 10-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ അവൻ പറഞ്ഞു, അങ്ങ് ഹിതം നിറവേറ്റുവാൻ ഇതാ ഞാൻ വരുന്നു. ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാനാണ് അവിടുന്ന് ഈ ഭൂമിയിലേക്ക് വന്നത്. അവിടുത്തെ ജീവിതം മുഴുവനും ഈ ഹിതം നിറവേറ്റുവാൻ മാത്രമായി അതിനുവേണ്ടിയുള്ളൊരു വലിയ തീക്ഷ്ണമായ പരിശ്രമവും ആഗ്രഹവുമായിരുന്നു കർത്താവിൻ്റേത്. കർത്താവിന് പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ ഹിതം നിറവേറ്റു എന്നല്ലാതെ എനിക്ക് മറ്റൊന്നും ചെയ്യുവാനില്ല. അവിടുത്തെ ഹിതം നിറവേറ്റു എന്നതാ. വീണ്ടും പറഞ്ഞു, ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞത് എന്നെ അയച്ചവൻ്റെ അഭീഷ്ടം നിറവേറ്റുന്നതാണ് എൻ്റെ ഭക്ഷണം. ദൈവത്തിന് ഹിതം നിറവേറ്റുന്നതിന് എന്തുമാത്രം പ്രാധാന്യം, തൻ്റെ ജീവിതത്തിൽ എത്രയും ശക്തമായൊരു സ്ഥാനം കർത്താവ് നൽകിയിരുന്നു എന്ന് നമുക്ക് ഇവിടെ കാണുന്നതിന് കഴിയും. കാണാതെ 3-ാം ദിവസം ദേവാലയത്തിൽ വച്ച് മാതാപിതാക്കന്മാർ ബാലനായ യേശുവിനെ കണ്ടപ്പോൾ, എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ ഇതാണ്, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടവനാണ് എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കുക, അതുമാത്രമാണ് തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഈ ഒരു ലക്ഷ്യമാണ് നമുക്ക് നമ്മുടെയും ജീവിതത്തിലുണ്ടായിരിക്കേണ്ടത്. അവിടുന്ന് അവസാന സമയം പ്രാർത്ഥിച്ചതും അതാണ്. ഗെത്സമനി തോട്ടത്തിൽ വച്ച്
നിവൃത്തിയുണ്ടെങ്കിൽ ഈ കാസ ഇനി നിന്നും അകന്നു പോകട്ടെ, എന്നാൽ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നതിന് മരണവിനാഴികയിൽ പോലും രക്തം വിയർക്കത്തക്കവണ്ണം ആന്തരികമായ സംഘർഷം അനുഭവിച്ച നിമിഷത്തിലും കർത്താവ് പറയുന്നത് അങ്ങയുടെ ഹിതം, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അപ്പോൾ ഈ ഒരു മനോഭാവമായിരിക്കണം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. കാരണം യേശുവിനോടൊപ്പം നമ്മളും പിതാവായ ദൈവത്തിൻ്റെ മക്കളായി ദത്തുപുത്രായി എടുക്കപ്പെട്ടിരിക്കുന്നവരാണ്. പിതാവിൻ്റെ മകനായി ജീവിക്കേണ്ടത് എങ്ങനെ കർത്താവ് കാണിച്ചു തന്നു, അവിടുത്തെ ഹിതം നിറവേറ്റിക്കൊണ്ട്. ആ പാത തന്നെയാണ് നമുക്കും ചെല്ലുവാനുള്ളത്. പിതാവായ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റിക്കൊണ്ട് നമ്മൾ ജീവിക്കാൻ തയ്യാറാവണം. അപ്പോൾ നമുക്ക് നമ്മളുടെ ജീവിതത്തിലും ആ ഒരു വലിയ ജീവിതത്തിൻ്റെ സാഫല്യം നേടുന്നതിന് സാധിക്കും. കർത്താവിനെക്കുറിച്ച് പറയുന്നത് അവിടുന്ന് സഹനത്തിലൂടെ അനുസരണം അഭ്യസിച്ചു. മനോഹരമായ ഗീതം പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നത്, ദി ക്രിസ്റ്റോളജിക്കൽ ഹീം, അതിൽ പറയുന്നത് ഇതാണ്: അവിടുന്ന് ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ സ്വയം ശൂന്യനാക്കി ദാസൻ്റെ വേഷം സ്വീകരിച്ചു, മനുഷ്യനായി പിറന്നു, അനുസരണയുള്ളവനായി തീർന്നു, മരണത്തോളം, അതേ കുരിശു മരണത്തോളം അനുസരണയുള്ളവനായി തീർന്നു. അപ്പോൾ വേണ്ടി വന്നാൽ മരണം മരിക്കുന്നതുവരെയും ദൈവഹിതം മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ടും ദൈവഹിതം നിറവേറ്റിക്കൊണ്ടും ജീവിക്കുവാനുള്ള ആ ഒരു വലിയ ശക്തമായ ദൈവഹിതത്തോടുള്ള വിധേയത്വം നമ്മിൽ വളർത്തിയെടുക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മുടെ ആ വലിയ ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ് സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിലെ ഈ യാചന നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. ഇനി അടുത്ത യാചന: അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. നമ്മൾ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ആദ്യത്തെ 3 യാചനകൾ ദൈവത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ നാമത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ചൊക്കെയാണ്. നമ്മുടെ ചിന്ത നമ്മിലേക്ക് തിരിക്കാതെ ദൈവത്തേക്ക് തിരിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയായിരുന്നു. നമ്മുടെ ആവശ്യങ്ങളിലേക്ക് നമ്മൾ മനസ്സ് തിരിക്കണം. അവിടെ പറയുന്നു അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഓരോ ദിവസത്തേക്കും വേണ്ട അപ്പത്തിന് വേണ്ടി നമ്മൾ യാചിക്കുന്നത്. ഇവിടെ അപ്പം എന്ന് പറയുമ്പോൾ നമുക്ക് ഭക്ഷിക്കുവാനുള്ള അപ്പം മാത്രമല്ല, ഈ ശാരീരികമായ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം, അതൊക്കെ നമ്മൾ ഈ ഭൂമിയിൽ സ്വരുക്കൂട്ടി വയ്ക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. അങ്ങനെ സ്വരുക്കൂട്ടി വച്ചിട്ട് കാര്യമൊന്നുമില്ല. ധനവാനായതുകൊണ്ട് നമ്മൾ കൂടുതൽ തിന്മ വരുത്തി വയ്ക്കുകയേ ഉള്ളൂ. ധനവാൻ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടക്കുന്നതാണ്. വളരെ എത്രയ്ക്ക് മനോഹരമായ ഒരു കാവ്യസങ്കല്പമാണ് കർത്താവ് നൽകിയിരിക്കുന്നത്. ഒട്ടകത്തിന് സൂചിക്കുഴിയിലൂടെ കടക്കാൻ സാധിച്ചാൽ പോലും ധനവാൻ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ പൗലോസ് അപ്പോസ്തലൻ പറയും തിമോത്തിക്കെഴുതിയ 1 ലേഖനത്തിൽ, ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. അപ്പോൾ ഈ ധനമോഹം കൂടുതൽ നേടിക്കൂട്ടണം, കൂടുതൽ ഉണ്ടാക്കണം, കൂടുതൽ സ്വന്തമാക്കണം, ഭാവിക്ക് വേണ്ടി കരുതണം. ഇതൊക്കെ നമ്മൾ ദൈവത്തെ സമർപ്പിച്ചിട്ട് അന്നന്ന് നമ്മൾ ദൈവത്തിനായിട്ട് സ്വയം സമർപ്പിക്കുക, അന്നന്ന് ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം സുഭിക്ഷമായി നമ്മെ നയിക്കുകയും വാർത്തയും ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റി ജീവിക്കുന്നവരാണെങ്കിൽ. അതല്ലാതെ അലസലയെ കഴിയുന്നതിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റി നമ്മൾ അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഡെയിലി ബ്രെഡ് എന്നാൽ പറ്റിയും പറയാം, അന്നന്ന് വേണ്ട ആഹാരമാണ്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നു. നാളെയെക്കുറിച്ച് നമ്മൾ ആകുലപ്പെടുന്നില്ല. ആ ദൈവത്തിൻ്റെ കാര്യങ്ങൾ സുഭിക്ഷമായിരിക്കും, ഭദ്രമായിരിക്കുമെന്ന് ഉള്ള ഉറപ്പോടുകൂടിയാണ് നമ്മൾ നമ്മത്തിന് അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുന്നത്. ഇനി അടുത്ത പെറ്റീഷൻ: ഞങ്ങളുടെ കടക്കാരോട്, ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. കർത്താവിൻ്റെ തിരുമുമ്പിൽ അണയുമ്പോൾ പാപബോധം ആവശ്യമാണ്. നീതിമാൻ പോലും 7 പ്രാവശ്യം വീഴുന്നു എന്നാണ് പറയുക. ഇനിയിൽ പാപമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും ദൈവത്തെ സന്നിധിയിലേക്ക് ചെല്ലുവാനാവുകയില്ല. യേശയ്യാ പ്രവാചകൻ അത്രയും വലിയ ദൈവ സാന്നിധ്യത്തിലും ദൈവ അവബോധത്തിലും ജീവിച്ചിരുന്ന പ്രവാചകൻ പോലും
ദൈവത്തിൻ്റെ ആ മഹത്വം ദർശിച്ചപ്പോൾ എനിക്ക് ആ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ അശുദ്ധമായ അധരങ്ങളോട് കൂടിയവനും അശുദ്ധമായ അധരങ്ങൾ ഉള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ് എന്നാണ് ഏറ്റുപറഞ്ഞത്. അപ്പോൾ നമ്മൾ പാപികളാണ്. നമ്മൾ എത്രയോ എളിമയോടുകൂടെ ആത്മാർത്ഥയോടുകൂടെ ദൈവമേ ഞാൻ പാപിയാണ്, എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുവാൻ കടപ്പെട്ടതാണ്. ആ കടമയെക്കുറിച്ചാണ് കർത്താവ് അനുസ്മരിപ്പിക്കുന്നത്. ഈ യാചന ദൈവത്തോട് സമർപ്പിക്കുമ്പോൾ പാപിയാണ്, അയോഗ്യരാണ്, ദൈവത്തിൻ്റെ കാര്യം ഒന്നുകൊണ്ട് മാത്രമേ അവിടുത്തെ തിരുമുന്നിൽ നിൽക്കുന്നതിന് നമുക്ക് സാധിക്കുകയുള്ളൂ. ഇനി ഈ പാപമോചനത്തിന് വേണ്ടി ക്ഷമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി പ്രത്യേകമായിട്ട് ഓർക്കുവാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഒരു വ്യവസ്ഥ അവിടെ വച്ചിരിക്കുകയാണ്. മറ്റ് പ്രാർത്ഥനകൾക്കും യാചനകൾക്കൊന്നും ഈ ഒരു വ്യവസ്ഥയില്ലെന്ന് കാണാം. ഇതിന് മാത്രമാണ് ഇങ്ങനെയൊരു വ്യവസ്ഥ. അപ്പോൾ ക്ഷമിച്ചാലേ നമുക്ക് ക്ഷമ കിട്ടുകയുള്ളൂ. മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും മറ്റുള്ളവരുടെ അപരാധങ്ങളും തെറ്റുകളും കുറവുകളുമൊക്കെ മറന്നു കളയുവാനും അത് ഗൗരവമായിട്ട് എടുക്കാതെ തള്ളിക്കളയുവാനും നമ്മൾ തയ്യാറാകുമ്പോഴാണ് ദൈവത്തിന് മുമ്പിൽ പാപക്ഷമയ്ക്ക് നമ്മൾ അർഹരായിത്തീരുന്നത്. വീണ്ടും വേറൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ ഈ സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന നൽകുന്നത് മലയിലെ പ്രസംഗത്തിനിടയ്ക്കാണ്. അവിടെ ഈ പ്രാർത്ഥന പഠിപ്പിച്ചതിന് ശേഷം അത് മുഴുവൻ ആക്കിയതിന് ശേഷം 2 വാക്യങ്ങൾ കൂടി ചേർക്കുന്നുണ്ട്. അതിനൊരു ഒരു വ്യാഖ്യാനമായിട്ട് ഒരു അടിക്കുറിപ്പായിട്ട് ചേർക്കുകയാണ്. നിങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് നിങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പിതാവ് നിങ്ങളോടും ക്ഷമിക്കുകയില്ല. വളരെ ഗൗരവപൂർവ്വം നമ്മൾ എടുക്കേണ്ട ഒരു വാക്യമാണത്. ആദ്യം പറയും നിങ്ങൾ ക്ഷമിച്ചാൽ നിങ്ങളോടും ക്ഷമിക്കും. എന്നിട്ട് അത് തന്നെ നെഗറ്റീവായിട്ട് പറയുകയാണ്, നിങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ നിങ്ങളോടും ക്ഷമിക്കപ്പെടുകയില്ല. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമുക്ക് പാപക്ഷമ ലഭിക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ തയ്യാറാകണം. ദൈവത്തോട് നമ്മൾ ചെയ്യുന്ന ദ്രോഹങ്ങൾ കണക്കാക്കിയാൽ മറ്റവർ നമ്മളോട് ചെയ്യുന്ന ദ്രോഹങ്ങൾ വളരെ വളരെ നിസ്സാരമാണ്. അത് ക്ഷമിക്കുന്നത് നമുക്ക് എളുപ്പമാണ്. കാരണം നമുക്ക് ദൈവത്തിൽ നിന്നും ക്ഷമ കിട്ടേണ്ടത് അതിനേക്കാൾ വലിയ ഭയാനകമായ ഭീകരമായ വീഴ്ചകളും തെറ്റുകളും കുറവുകളും പാപങ്ങളുമാണ്. അപ്പം അതുകൊണ്ട് മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ തയ്യാറാകുക. അപ്പോൾ ദൈവത്തിൻ്റെ ക്ഷമ നമുക്കും ലഭിക്കുകയും ചെയ്യും. ഇനി അടുത്ത യാചന, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്നുള്ള ആ പ്രാർത്ഥന. പത്രോസ്ലിയ എഴുതിയ ലേഖനം 1-ാമത്തെ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായം 8-ാം വാക്യം. അവിടെ പ്രലോഭകൻ ചുറ്റി നടക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ ശത്രുവായ പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് അന്വേഷിച്ചുകൊണ്ട് അലറുന്ന സിംഹത്തെപ്പോലെ ഉടറി നടക്കുകയാണ്. വളരെ വലിയ താക്കീത് നൽകുകയാണ്. പ്രലോഭനത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും പൂർണ്ണമായും മോചിതരാകുന്നില്ല. പ്രലോഭന സാഹചര്യങ്ങൾ എന്ന് നമ്മോട് കൂടിയുണ്ടാവും. ഏതൻ തോട്ടത്തിൽ മാതാപിതാക്കളെ അവർ എല്ലാവരും സ്വാഭാവികങ്ങളും ഉണ്ടായിരുന്നു, ദൈവത്തോടു കൂടെയായിരുന്നു, ദൈവം കൂടെ നടക്കുവാൻ വരുമായിരുന്നു തോട്ടത്തിൽ. അങ്ങനെ അത്രയും ദൈവവുമായുള്ള ആ സഖ്യത്തിൽ ആ ഒരു സ്നേഹത്തിൽ അവർക്കാണ് ഈ സാത്താൻ പ്രലോഭനവുമായിട്ട് വരുന്നത്. ഈ കനി ഭക്ഷിക്കുക. ആ കനി ഭക്ഷിക്കുവാൻ തയ്യാറായി പാപം ചെയ്യുന്നു, പാപത്തിൽ വീഴുന്നു. അതോടെ ആ ഒരു ദൈവവുമായുള്ള സൗഹൃദം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ പ്രലോഭകൻ എവിടെയും കടന്നില്ല. ഇന്ന സ്ഥലത്തെ വരാവൂ എന്നില്ല. കർത്താവിൻ്റെ അടുത്ത് പോലും ചെന്നു. കർത്താവ് മരുഭൂമിയിൽ അങ്ങേയറ്റം അതിതീവ്രമായ പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്തത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും ഒക്കെ കൊടുമുടിയിലായിരിക്കുമ്പോഴാണ് സാത്താൻ പ്രലോഭനവുമായിട്ട് അവിടെയും ചെല്ലുന്നത്. 3 പ്രലോഭനങ്ങൾ അവിടുത്തെ മുമ്പിൽ അവൻ ഉണർത്തിച്ചു എന്ന് പറയുന്നു. ഏതായാലും അതും കർത്താവ് പരാജയപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് പ്രലോഭനങ്ങളെ നമ്മൾ നേരിടേണ്ടത് എന്ന് കർത്താവ് നമുക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ പ്രലോഭനം ഉണ്ടാകാതിരിക്കുന്നതിലല്ല, പ്രലോഭനത്തിൽ ഉൾപ്പെട്ടു പോകാതിരിക്കാൻ, അകപ്പെട്ടു പോകാതിരിക്കാൻ, പരാജയപ്പെട്ടു പോകാതിരിക്കാൻ, നമ്മൾ അടിയറ വച്ച് പോകാതിരിക്കാൻ
സദാ ജാഗരൂകരായിരിക്കണം. ആ ഒരു വലിയ മുന്നറിയിപ്പാണ് ഈ പ്രാർത്ഥനയിലൂടെ, യാചനയിലൂടെ കർത്താവ് നമുക്ക് നൽകുന്നത്. ഇനി അവസാനത്തെ ഒരു യാചന, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. തിന്മയിൽ നിന്ന്, പാപമാകുന്ന തിന്മയിൽ നിന്ന് രക്ഷിക്കണമെന്നുള്ളൊരു പ്രാർത്ഥന. നമ്മൾ പാപത്തിന് പൂർണ്ണമായി മോചിതരായി, പാപ സാഹചര്യങ്ങളെ ഇല്ല, ഇനി എനിക്ക് പാപമേ ഉണ്ടാവില്ല എന്നൊരു അവസ്ഥ ഈ ഭൂമിയിൽ സാധാരണമല്ല. സാധാരണ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒന്നല്ല. സാഹചര്യമൊന്നും ഉണ്ടാവാം, ബലഹീനരായി നമ്മൾ വീണുപോയെന്ന് വരാം. അങ്ങനെ വീണുപോകാതിരിക്കാൻ കർത്താവിൻ്റെ നിരന്തരമായ സഹായം നമുക്ക് ആവശ്യമാണ്. ആ സഹായത്തിനാണ് നമ്മൾ യാചിക്കുന്നത്. പ്രലോഭനങ്ങൾ ഞങ്ങൾ അകപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. പാപമാകുന്ന തിന്മയിൽ നിന്ന് രക്ഷിക്കണം. പാപത്തിനുള്ള കാലികമായ ശിക്ഷയാകുന്ന തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണം. ഇനി ഏറ്റവും വലിയ തിന്മയായ നിത്യശിക്ഷാവിധിയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ എന്ന് നമ്മൾ തീവ്രമായ ആഗ്രഹത്തോടുകൂടെ, വിനയത്തോടുകൂടെ, കർത്താവിൻ്റെ ശക്തിയാലും സഹായത്താലും അല്ലാതെ നമുക്ക് നന്മയിലും വിശുദ്ധിയിലും പിടിച്ചു നിൽക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ള ഉറച്ച ബോധ്യത്തോടുകൂടെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവർ, അപ്പോൾ ഈ പ്രാർത്ഥന, സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ജീവിതത്തിന് ഏതെല്ലാം വശങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതാണ്, ഏതെല്ലാം കാര്യങ്ങളെക്കുറിച്ച് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നതാണ്. വാസ്തവത്തിൽ പറയുന്നത് സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന വെറുതെ ചൊല്ലുന്നതിനുള്ള ഒരു പ്രാർത്ഥന രൂപമല്ല, ജീവിക്കുന്നതിനുള്ള ഒരു ജീവിത നിയമമാണ്. പ്രാർത്ഥന കാണാപ്പാഠം പഠിച്ച് ചൊല്ലുന്നതിന് നമുക്ക് കഴിയും. പക്ഷേ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ആത്മാർത്ഥമായി അത് ആഗ്രഹിച്ച് അങ്ങനെ ആവണമെന്നുള്ള തീരുമാനത്തോടുകൂടെ പ്രാർത്ഥിക്കുമ്പോഴാണ് അത് ജീവിത സ്പർശിയെത്തിയിരുന്നതും അത് നമ്മുടെ ജീവിതത്തിൽ ഫലമുളവാക്കുന്നത്. നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ, പൂർണ്ണ ജപമാല ചൊല്ലുമ്പോൾ 21 പ്രാവശ്യം ഈ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പോൾ ഈ ചൊല്ലുമ്പോഴൊക്കെ നമ്മൾ ഈ തരത്തിൽ പൂർണ്ണമായി നമ്മുടെ ചിന്ത അതിലേക്ക് പൂർണ്ണമായും വിട്ടുകൊടുത്തുകൊണ്ട് അത് നമുക്ക് നൽകുന്ന സന്ദേശങ്ങളും നിർദ്ദേശങ്ങളും താക്കീതുകളും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് ചൊല്ലുവാൻ നമ്മൾ തയ്യാറാവുന്നുവെങ്കിൽ തീർച്ചയായും ആധ്യാത്മിക ജീവിതത്തിൽ നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കും. ദൈവ സായുജ്യത്തിൽ നമ്മൾ കൂടുതൽ ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ജപമാല പ്രാർത്ഥന വളരെ അനുഗ്രഹീതമാണ്, വളരെയേറെ നന്മകൾ നിറഞ്ഞെന്നൊക്കെ പറയുന്നതിനുള്ള ഒരു കാര്യം അത് ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനകളാണ്. അതിലൊന്നാണ് സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്നുള്ള ഈ പ്രാർത്ഥന. നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ, പ്രത്യേകിച്ച് സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കുക, നല്ല രീതിയിൽ ഭക്തിയോടുകൂടി ചൊല്ലുന്നതിന് പരിശ്രമിക്കുക. കർത്താവിൻ്റെ പ്രത്യേകമായ സംരക്ഷണയിൽ, മാതാവിൻ്റെ പ്രത്യേകമായ പരിപാലനയിൽ വിശുദ്ധമായി മുന്നേറുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.